SYSന്റെ ഈ സായാഹ്ന സംഗമത്തിൽ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉസ്മാൻ സഖാഫി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സൈദാലി നവീദി, അബ്ദുൽ നാസർ, ഷരീഫ് സഖാഫി, ആസാദ് തമ്പാനങ്ങാടി, നാസർ, പാറമൽ കുഞ്ഞിപ്പ, മറ്റു വേദിയിലുള്ള സമാരാധ്യരായ പൗരപ്രമുഖരെ, ഇവിടെ ഈ സായാഹ്ന സംഗമത്തിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു കൂടിച്ചേരലിന്റെ പിന്നിലുള്ള ആവശ്യകതയെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചവരെല്ലാം സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യം, നമ്മുടെ നാട് മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ ഒരു അഗ്നി പരീക്ഷയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് മനുഷ്യരുടെ പോരാട്ടത്തിന്റെ, സമരത്തിന്റെ വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങളാകെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ നിന്ന് ഇതിനു മുൻപെങ്ങുമില്ലാത്ത വിധം സമരതീക്ഷ്ണതയുടെ വാർത്തകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ തെരുവുകൾ, രാജ്യത്തിന്റെ നഗരങ്ങൾ എല്ലാം സമരങ്ങൾ കൊണ്ട് മുഖരിതമാവുന്ന ഒരു കാലം. എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ സമര പോരാട്ടത്തിന്റെ ഒരു വഴിയിലേക്ക് കടന്നു വരേണ്ടി വന്നു? എന്തുകൊണ്ട് നമ്മുടെ നാട് ഈ വിധമുള്ള ഒരു അഗ്നി പരീക്ഷയെ ഇന്ന് നേരിടുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ നടന്ന സംസാരങ്ങളെല്ലാം. നോക്കൂ, ഈ രാജ്യം മതനിരപേക്ഷതയുടെ വിളഭൂമിയാണ്. ഈ രാജ്യത്തിന്റെ ഇന്നലെകളുടെ ചരിത്രം എന്ന് പറയുന്നത് വർഗീയതയുടേതല്ല. ഈ മണ്ണ് വർഗീയതയ്ക്ക് വെള്ളമോ വളമോ നൽകിയതിന്റെ ഒരു ചരിത്രത്തെ നമുക്ക് കണ്ടെടുക്കാനാവുകയില്ല. എന്നെങ്കിലും കലാപങ്ങൾ ഈ മണ്ണിൽ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട് ഭരിച്ചിരുന്ന ഭരണകൂടങ്ങൾ സ്പോൺസർ ചെയ്ത കലാപങ്ങൾ മാത്രമാണ്. മറിച്ച് ഈ നാട് ഇന്നലെകളിൽ മതനിരപേക്ഷതയുടെ വിളനിലമായിരുന്നു. ഈ ഇന്ത്യ രാജ്യം രൂപീകരിക്കപ്പെടുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ രാജ്യം 600-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു. നമ്മുടെ വള്ളുവനാണ്. തൊട്ടപ്പുറത്തേക്ക് പോയാൽ വേറെ എത്രയോ രാജ്യങ്ങൾ ഇന്ന് പല ജില്ലകളും ചില ജില്ലകൾ ചേർന്ന് രാജ്യങ്ങളായിരുന്നു. അങ്ങനെ 600-ലധികം വരുന്ന രാജ്യങ്ങളാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയായി രൂപീകരിക്കപ്പെടുന്നത്. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ ജീവിത രീതികളുള്ളവർ, വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ളവർ, ഇവരുടെ എല്ലാം ഒരു സമ്മേളനമായി നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ ഒരു നാടായി മാറിയിരുന്നു. നോക്കൂ, ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ നാട് ഭരിച്ചിരുന്ന ചക്രവർത്തിയുടെ പേര് അശോകൻ എന്നാണ്. അശോകൻ എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്നാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് അഫ്ഗാൻ അതിർത്തി വരെ, ഇറാൻ അതിർത്തി വരെ അദ്ദേഹത്തിന്റെ രാജ്യം വിസ്തൃതമായിരുന്നു. വലിയ യുദ്ധതൽപരനായിരുന്നു അശോകൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമാണ് ഒറീസ. ഈ ഒറീസയുടെ അന്നത്തെ പേര് കലിംഗ എന്നാണ്. കലിംഗ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുക്കാൻ അശോകൻ ഒരു യുദ്ധം നടത്തുകയാണ്. യുദ്ധത്തിൽ അശോകൻ ജയിക്കുന്നു. വിജയശ്രീ ലാളിതനായി അശോകൻ യുദ്ധഭൂമി സന്ദർശിക്കുകയാണ്. യുദ്ധഭൂമി സന്ദർശിച്ച അശോകൻ
മരിച്ചു കിടക്കുന്ന മനുഷ്യനെ കണ്ട് കരളലിയുകയാണ്. ചിന്ന ഭിന്നമാകപ്പെട്ട മനുഷ്യരുടെ മൃതശരീരങ്ങൾ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ബന്ധുജനങ്ങളുടെ ദീനരോധനങ്ങൾ, കാക്കയും കഴുകനും കുത്തിവലിക്കുന്ന ശവശരീരങ്ങൾ, ചോരയും ചലവും തളം കെട്ടി നിൽക്കുന്ന യുദ്ധഭൂമി. ഇതുകണ്ട് അശോകന് മനസ്സലിയുകയാണ്. ഇന്നലെ വരെ അദ്ദേഹം വിശ്വസിച്ച എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും അകലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ ഹിന്ദു മതവിശ്വാസിയായിരുന്ന അശോകൻ അന്നു മുതൽ പുതിയൊരു മതം സ്വീകരിക്കുകയാണ്. അന്ന് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും ഹിന്ദു ജനതയായിരുന്നു. രാജ്യത്തിന്റെ ചക്രവർത്തി സ്വന്തം മതം ഉപേക്ഷിച്ച് ന്യൂനപക്ഷത്തിന്റെ ഒരു മതം സ്വീകരിക്കുന്നു. പക്ഷേ ഈ രാജ്യത്തെവിടെയും ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നില്ല. എന്തേ ഈ രാജ്യത്തിന്റെ ചക്രവർത്തി ഭൂരിപക്ഷത്തിന്റെ മതം ഉപേക്ഷിച്ച് ന്യൂനപക്ഷത്തിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു? ഈ ചോദ്യം ഉയർന്നു വരികയോ ഈ നാട്ടിലെവിടെയും ഒരു കലാപം ഉണ്ടാവുകയോ ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനുശേഷമാണല്ലോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ രാജ്യം ഭരിക്കാൻ മുഗൾ ചക്രവർത്തിമാരെത്തിയത്. മുഗൾ ചക്രവർത്തിമാർ ഇസ്ലാം മത വിശ്വാസികളാണ്. അന്നും മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനത ഹിന്ദു ജനവിഭാഗമായിരുന്നു. ഹിന്ദു ജനവിഭാഗമായ ഭൂരിപക്ഷ ജനത ഈ രാജ്യത്ത് അധിവസിക്കുന്ന കാലത്താണ് ന്യൂനപക്ഷ രാജ്യവിഭാഗമായ ചക്രവർത്തി വിഭാഗമായ മുഗളന്മാർ നമ്മുടെ നാട് ഭരിക്കുന്നത്. അന്നും ഈ രാജ്യത്ത് ഞങ്ങൾ ഭൂരിപക്ഷത്തെ ഭരിക്കാൻ നിങ്ങൾ ന്യൂനപക്ഷത്തിന് എന്ത് അവകാശം എന്നൊരു ചോദ്യം ഉയർന്നതേയില്ല. മറിച്ച് ആ ഭരണത്തെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയാണ് ഈ നാട് ചെയ്തത്. അതിനുശേഷമാണല്ലോ നമ്മുടെ രാജ്യത്തേക്ക് ആധിപത്യത്തിന്റെ മോഹങ്ങളുമായി ബ്രിട്ടീഷുകാർ കടന്നു വന്നത്. ബ്രിട്ടീഷുകാരായി വന്നവരൊക്കെയും ക്രിസ്ത്യാനികളായി. മൗണ്ട് ബാറ്റൺ പ്രഭു, ഹിച്ച്കോക്ക്, ഡൽഹൌസി പ്രഭു ഇവരൊക്കെ ക്രിസ്ത്യാനികളായി. അന്നും നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്നവർ ഹിന്ദുക്കളായിരുന്നു. അന്ന് ഈ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന മുദ്രാവാക്യം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ വിടുക, ഞങ്ങൾ ജനിച്ച് ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾ മരിക്കുന്ന ഈ മണ്ണിന് സ്വാതന്ത്ര്യം വേണം, ഇന്ത്യ. ഇതാണ് രാജ്യത്തിന്റെ മുദ്രാവാക്യം. അതല്ലാതെ ഞങ്ങൾ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനവിഭാഗത്തെ ഭരിക്കാൻ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എന്ത് അവകാശം എന്ന കെട്ട മുദ്രാവാക്യമല്ല കേട്ടോ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉയർന്നു വന്നത്. അതുകൊണ്ട് പോയ കാലത്ത് ഈ രാജ്യം രൂപീകരിക്കുന്നതിന് മുൻപേ ഈ മണ്ണിന്റെ സവിശേഷത എന്ന് പറയുന്നത് മതനിരപേക്ഷതയായിരുന്നു. പരസ്പരം മതങ്ങളെ മനസ്സിലാക്കാനും അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും കഴിയുന്ന ഒന്നായിരുന്നു ഈ രാജ്യത്തിന്റെ പൂർവ്വകാല ചരിത്രം എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന തന്നെ രൂപീകരിക്കുന്നത് 1946 മുതൽ 49 വരെ ചേർന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി യോഗങ്ങളുടെ നിരന്തരമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ആ കാലം എന്ന് പറയുന്നത് ആധുനികതയുടെ ആശയങ്ങൾ, ജനാധിപത്യം, സോഷ്യലിസം, സമത്വം, സാഹോദര്യം, കരുണ, ആർദ്രത, സമഭാവന, സഹവർത്തിത്വം, ഇങ്ങനെ ലോകത്തുള്ള നന്മകളുടെ ആശയങ്ങൾ പടർന്നു പന്തലിച്ചു മാനവ ഹൃദയങ്ങളെ കീഴടക്കുന്ന ആധുനികതയുടെ ആശയങ്ങൾ ലോകമാകെ പ്രസരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ഭരണഘടന എഴുതാൻ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം ഈ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ സമ്മേളിക്കുന്നത്. അവിടെ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ്, അനുച്ഛേദം പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദം പൗരത്വത്തെ സംബന്ധിച്ച് സവിശേഷമായി പ്രതിപാദിക്കുന്നു. അതിൽ 5ാമത്തെ അനുച്ഛേദം പറയുന്നു, പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വിഭജനകാലത്ത് വന്നവർക്ക് എങ്ങനെ പൗരത്വം നൽകണം, നമ്മുടെ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ശരിയല്ല, തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു കളയാം എന്ന് വിചാരിച്ച് തിരികെ വന്നവർക്ക് പൗരത്വം നൽകുന്നതിനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 6
പറയുന്നുണ്ട്. ഇങ്ങനെ 5 മുതൽ 11 വരെയുള്ള ഭരണഘടന അനുച്ഛേദങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ പൗരത്വത്തെ കുറിച്ചാണ്. ഇങ്ങനെ സവിശേഷമായി പൗരത്വം എങ്ങനെ എന്ന് നമ്മുടെ ഭരണഘടന നിർവചിക്കുകയാണ്. നോക്കൂ, അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ഭരണഘടനയുടെ 14, 21 അനുച്ഛേദങ്ങളാണ്. 14ഉം 21ഉം പ്രതിപാദിക്കുന്നത് സമത്വമാണ്, തുല്യനീതിയാണ്. നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തൊഴികെ നിങ്ങൾക്ക് സ്വയമേവ വന്നു ചേർന്നതൊന്നും പൗരത്വത്തെ നിർണയിക്കുന്നതിനുള്ള ഘടകങ്ങളല്ല. 1 നിങ്ങളുടെ ജാതി, 2 നിങ്ങളുടെ സമുദായം, 3 നിങ്ങളുടെ മതം, 4 നിങ്ങളുടെ ലിംഗം. ആണാവണോ പെണ്ണാവണോ എന്ന് നിങ്ങളാണോ നമ്മളാണോ നിശ്ചയിച്ചത്? അല്ല, അത് ജന്മത്തിലൂടെ നമുക്ക് സ്വയമേവ ലഭിച്ചതാണ്. ഹിന്ദു മതത്തിൽ ജനിക്കണോ, ഇസ്ലാം മതത്തിൽ ജനിക്കണോ, ക്രിസ്തു മതത്തിൽ ജനിക്കണോ എന്നത് നാം നിശ്ചയിച്ചതാണോ? അല്ല, നാം പിറന്നത് ആ മതത്തിലായി പോയി. നമ്മുടെ ജാതി, നമ്മുടെ സമുദായം, നമ്മുടെ മതം, നമ്മുടെ ലിംഗം ഇതൊന്നും നാം നിശ്ചയിച്ചതല്ല. അത് നാം ജനിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. അത് പൗരത്വത്തിന്റെ അടിസ്ഥാന ഘടകമല്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടന അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ എപ്പോൾ നിശ്ചയിക്കുന്നു ഞാൻ ഇന്ത്യൻ പൗരനല്ല, അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പൗരത്വം ഇല്ലാതാവുക. നിങ്ങൾ സ്വയം നിർണയിക്കുമ്പോഴല്ലാതെ നിങ്ങൾക്ക് സ്വയമേവ ലഭിച്ച ഘടകങ്ങളൊന്നും ഇന്ത്യയുടെ പൗരത്വത്തെ സംബന്ധിച്ച അടിസ്ഥാന ഘടകങ്ങളല്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടന അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. 1955 പൗരത്വ നിയമം പാസ്സാവുന്നത്. അതിനുശേഷം 9ഓളം ഭരണഘടനാ ഭേദഗതികൾ പൗരത്വ നിയമത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പൗരത്വ നിയമത്തെ സംബന്ധിച്ച് 9 ഭേദഗതികൾ വന്നിട്ടുണ്ട്. അന്നൊന്നും മതം പൗരത്വത്തെ നിർണയിക്കുന്നതിനുള്ള ഒരു ഘടകമേ ആയില്ല. എന്നാൽ ഇപ്പോൾ ഈ 2019 പൗരത്വത്തെ നിർണയിക്കുന്നതിനുള്ള അടിസ്ഥാനമായി മതം മാറുകയാണ്. അവിടെയാണ് പ്രശ്നം. എങ്ങനെ നിങ്ങളുടെ പൗരത്വം നിർണയിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഒരു ഘടകമായി പൗരത്വം മാറി എന്നത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അത് നമ്മളിങ്ങനെ പരസ്പരം ചേർന്ന് അല്പനേരം വർത്തമാനം പറഞ്ഞാൽ, നമ്മൾ ഈ തെരുവിൽ ചെറിയൊരു മുദ്രാവാക്യം വിളിച്ചാൽ ഒന്നും അവസാനിക്കുന്ന ഒരു വിഷയമല്ല കേട്ടോ. രാജ്യമാകെ ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടെ, സമഭാവനയോടെ, മതനിരപേക്ഷതയിലൂന്നി, ജനാധിപത്യ അവബോധത്തോടുകൂടി ഈ രാജ്യമാകെ പ്രക്ഷോഭങ്ങൾ ഉയർന്നാൽ മാത്രമാണ് ഈ മോദിയുടെ, ഈ RSSന്റെ, ഈ BJPയുടെ ഭരണകൂടത്തിൽ തിരുത്താനാവുക. അതുകൊണ്ട് രാജ്യത്ത് ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടുന്ന ഒരു കാലമാണ്. സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ രാജ്യത്ത് ഉയർന്നു വരേണ്ടുന്ന ഒരു കാലമാണ്. എന്തെന്നാൽ ഇതൊരു ലക്ഷ്യമാണ്. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോ നരേന്ദ്രമോദിക്ക് തോന്നിയ ഒരു വികൃതിയല്ല, അമിത് ഷായ്ക്ക് തോന്നിയ ഒരു വികൃതിയല്ല പൗരത്വ ഭേദഗതി നിയമം. 1925 RSS എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. ഇന്നത്തെ മഹാരാഷ്ട്രയിൽ നാഗപ്പൂരിൽ 1925 ഒരു വിജയദശമി നാളിലാണ് RSS എന്ന് പറയുന്ന സംഘടന ഹെഡ്ഗേവാർ എന്ന് പറയുന്ന മതഭ്രാന്തൻ രൂപീകരിക്കുന്നത്. അതിനുശേഷം 1925 ഹെഡ്ഗേവാർ 1ാം സർസംഘ ചാലകായി നിയമിതനാവുന്നു. 2ാമത്തെ സർസംഘ ചാലകായി ഗുരുജി ഗോൾവാൾക്കർ അധികാരമേൽക്കുന്നു. അദ്ദേഹം ഒരു പുസ്തകം RSSന്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. ആ പുസ്തകത്തിന്റെ പേര് ബെഞ്ച് ഓഫ് തോട്ട്സ് എന്നാണ്. മലയാളത്തിൽ വിചാരധാര എന്ന് പറയുന്നു. അദ്ദേഹം അതിൽ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ആരെല്ലാമാണ്. വിചാരധാരയുടെ 19, 20, 21 അധ്യായങ്ങളിലായി 3 ആഭ്യന്തര ശത്രുക്കളെ ഗുരുജി ഗോൾവാൾക്കർ വിചാരധാരയിൽ പ്രതിപാദിക്കുന്നു.
ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രു ഇസ്ലാം, മുസ്ലിങ്ങൾ. 2 ക്രിസ്ത്യാനികൾ. 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 ആഭ്യന്തര ശത്രുക്കളെയും രാജ്യത്തു നിന്ന് തുടച്ചു നീക്കി ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റുക. ഇതാണ് RSSന്റെ ലക്ഷ്യം. RSS 1925 രൂപീകരിച്ചതെങ്കിൽ 1923 രൂപീകരിക്കുന്നതിന് മുൻപേ VD സവർക്കർ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ നേതാവ് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ഹൂ ഈസ് ഹിന്ദു എന്നായിരുന്നു. ആരാണ് ഹിന്ദു? അദ്ദേഹം പറയാണ്, അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശം ആര് പുണ്യഭൂമിയായി കാണുന്നുവോ അവനാണ് ഹിന്ദു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ജെറുസലേമിനെ പുണ്യഭൂമിയായി കാണുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. മക്കയെ മദീനയെ പുണ്യഭൂമിയായി കാണുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. ലോകത്തുള്ള എല്ലാ ഭൂപ്രദേശങ്ങളും പുണ്യഭൂമിയാണ് എന്ന് കരുതുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. ജെറുസലേമിനെ പുണ്യഭൂമിയായി കാണുന്നത് ക്രിസ്ത്യാനികളാണ്. മക്കയെ മദീനയെ പുണ്യഭൂമിയായി കാണുന്നത് മുസ്ലിങ്ങളാണ്. ലോകത്തുള്ള എല്ലാ ഭൂപ്രദേശങ്ങളും എല്ലാ മനുഷ്യരും സമത്വസുന്ദരമാണ് എന്ന് വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഇവർ ഈ രാജ്യത്തിന്റെ പുറത്താണ്. ഇത് RSS പ്രഖ്യാപിച്ചതാണ്. ഒരു നൂറ്റാണ്ട് മുൻപാണ് കേട്ടോ. 5 വർഷം കൂടിയാണ് ബാക്കിയുള്ളത്. 1925 രൂപീകരിച്ച RSS അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, കമ്മ്യൂണിസ്റ്റുകാരെ പരിപൂർണമായി നിഷ്കാസനം ചെയ്ത് ഈ രാജ്യത്തെ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാജ്യം കെട്ടിപ്പടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് RSSന്റെ ലക്ഷ്യമാണ്. നിങ്ങള് മുത്തലാഖ് ബില്ല് പാസാക്കിയപ്പോ അത് വെറുതെ ഒരു നിയമം പാസാക്കിയതാണ് എന്ന് വിചാരിക്കേണ്ട. അത് RSSന്റെ ലക്ഷ്യമാണ്. എങ്ങനെ ആദ്യത്തെ ശത്രുവിനെ വരുതിയിലാക്കാം എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. എന്തേ? രണ്ടാമത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേകമായ പദവി എടുത്തു കളഞ്ഞു. അതും ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. ജമ്മു കാശ്മീർ സവിശേഷമായ ഭരണഘടനാ പദവിയുള്ള നാടാണ്, സംസ്ഥാനമാണ്. എന്നാൽ ആ പദവിയെ ഈ ഭരണകൂടം എടുത്തു കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെ 11ഓളം രാജ്യങ്ങൾക്ക് സവിശേഷമായ പദവിയുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭരണഘടന നൽകുന്ന സവിശേഷ പദവിയുണ്ട് ജമ്മു കാശ്മീരിന്. അതെടുത്തു കളഞ്ഞു. മുത്തലാഖ് ബില്ല് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ഇതെല്ലാം ഈ രാജ്യത്തെ ഒരു ഹിന്ദു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു എന്നുള്ളത് കാണണം. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നത് എങ്ങനെ ഒരു 2ാം തരം പൗരന്മാരെ സൃഷ്ടിക്കാം നമ്മുടെ രാജ്യത്ത്, അങ്ങനെ RSSന്റെ ലക്ഷ്യപൂർത്തീകരണങ്ങളിലേക്ക് എങ്ങനെ നടന്നു പോകാം എന്നാണ്. ഇവിടെ പോരാട്ടമല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നമുക്ക് സമരമല്ലാതെ മറ്റു മാർഗങ്ങളല്ല. ഈ രാജ്യമാകെ തിളച്ചുമറിയുന്ന അത്യുജ്വലമായ പോരാട്ടങ്ങൾ കൊണ്ട് മുഖരിതമാവണം. ആ പോരാട്ടം മതനിരപേക്ഷതയിലൂന്നിയ പോരാട്ടമായിരിക്കണം. ആ പോരാട്ടം ജനാധിപത്യ രീതിയിലായിരിക്കണം. ആ പോരാട്ടം ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാവണം. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഭരണഘടനയെ സംരക്ഷിക്കുന്ന പോരാട്ടമാണ് നമ്മുടെ രാജ്യത്തേക്ക് ഉയർന്നു വരേണ്ടത്. ഭരണഘടനയാണ് നമുക്ക് ഈ രാജ്യത്തെ ഇങ്ങനെ ജനാധിപത്യപരമായി, ഇങ്ങനെ മതനിരപേക്ഷമായി ജീവിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കിയത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി നാണയമുണ്ട്. രാജ്യത്തിന്റെ ഔദ്യോഗിക നാണയമുണ്ട്. രാജ്യത്തിന് ഔദ്യോഗികമായി മൃഗമുണ്ട്. രാജ്യത്തിന് ഔദ്യോഗികമായി പക്ഷിയുണ്ട്. രാജ്യത്തിന് ഭാഷയുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമേത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഈ രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു മതമില്ല.
എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുമയോടുകൂടി ജീവിക്കാം. മതമില്ലാത്തവർക്കും എല്ലാ അവകാശാധികാരങ്ങളോടും കൂടി ജീവിക്കാം. ഇത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയാണ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ഈ സംഘപരിവാര ഭരണകൂടം, മോദിയുടെ BJP-യുടെ ഭരണകൂടം ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സമാനതകളില്ലാത്ത പോരാട്ടം രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളെ കീഴടക്കും വിധം ഉയർന്നു വരണം. ഇതാണ്. അതുകൊണ്ട് പോരാട്ടങ്ങളുടെ കാലമാണ്. ഇത് സമരങ്ങളുടെ കാലമാണ്. എന്നാൽ ഈ പോരാട്ടം, ഈ സമരം മതനിരപേക്ഷതയിലൂന്നി ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമാവും. എന്നാൽ ചില ആളുകൾ, ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത വർഗീയ തീവ്രവാദ ശക്തികൾ ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ നമുക്കിടയിൽ നുഴഞ്ഞുകയറി പ്രവർത്തിക്കുന്നു എന്നുള്ള ജാഗ്രത നമുക്കുണ്ടാവണം. ജമാഅത്തെ ഇസ്ലാമി, SDPI ഈ പോരാട്ടത്തിന്റെ നാണയപ്പക്കത്തേക്ക് വരാൻ പാടില്ല. അവർ ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തും. നോക്കൂ, നിങ്ങൾ രാജ്യത്തെ 70% വരുന്ന ഹിന്ദുക്കൾ, അവരിൽ BJP-ക്ക് പിന്തുണയുള്ളത് 20% താഴെയാണ് കേട്ടോ. 80% വരുന്ന ഹിന്ദുക്കളിൽ 20% താഴെ വരുന്നവർ മാത്രമാണ് BJP-ക്ക് പിന്തുണയർപ്പിക്കുന്നത്. ബാക്കിയുള്ള 60% മതനിരപേക്ഷതയിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ്. അവരുടെ കൂടെ പിന്തുണയോടുകൂടി വേണം നമുക്ക് ഈ പോരാട്ടത്തെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഈ സമരം, ഈ പോരാട്ടം മതനിരപേക്ഷതയുടെ പോരാട്ടമായിരിക്കണം. എന്നാൽ ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് ഇവർ പറയുന്നത്. ആര്? ജമാഅത്തെ ഇസ്ലാമി. നോക്ക്, നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടാൽ, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് കണ്ടാൽ എന്ത് മനോഹരമാണ്. പരിസ്ഥിതി സ്നേഹം, ദളിത് സ്നേഹം, ആദിവാസി പ്രേമം, എന്തെല്ലാമാണ്, എന്തെല്ലാം നാടിനു വേണ്ടിയുള്ള സമരങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിക്കാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി. അത് നാം കാണണം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് നമ്മുടെ ചുവരുകളിലൊക്കെ എഴുതി വെച്ച കൂട്ടരാണ്. അപ്പൊ ഇപ്പുറത്ത് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഹയന്മാർ എഴുതി വെച്ചു ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. ഇങ്ങനെ പരസ്പരം വർഗീയതയുടെ പേരിൽ പോരടിച്ച് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവരാണ് RSS, ജമാഅത്തെ ഇസ്ലാമി, SDPI. അതുകൊണ്ട് അവർ മതനിരപേക്ഷമായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തും. ഹുക്കുമത്തെ ഇലാഹി, മതരാഷ്ട്ര സംസ്ഥാപനം, ഇതാണ് ജമാഅത്തിന്റെ ധർമ്മം, ഇതാണ് ജമാഅത്തിന്റെ ലക്ഷ്യം. മൗലാന മൗദൂദി ഒരുപാട് എഴുതിയ ഒരു മനുഷ്യനാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ മൗലാന മൗദൂദിയുടെ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ വായിച്ചാൽ വലിയ അപകടമാവും എന്നുള്ളത് കൊണ്ട് ഈ പരിസ്ഥിതി പ്രേമവും ദളിത് സ്നേഹവും ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമൊന്നും ഈ കേരളത്തിൽ നടക്കൂല. കാഫിറായി പോയ ഒരാളെ കൊല്ലണം എന്ന് ഫത്വയുള്ള ഒരേ ഒരു ഇസ്ലാമിക വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് അവർ ഈ പോരാട്ടത്തിന്റെ മുന്നണിയിലേക്ക് നുഴഞ്ഞു കയറിയാൽ 80%-ൽ 60% ഹിന്ദു ജനവിഭാഗവും ഈ നിയമത്തിനെതിരായി ഈ രാജ്യത്ത് പോരാട്ടത്തിന്റെ ഭൂമിയിലാണ്. അവരെ കൂടി ചേർത്ത് പിടിച്ച് മഹാഭൂരിപക്ഷത്തിന്റെ സമരമായി നമുക്ക് ഈ രാജ്യത്തെ പോരാട്ടം മുന്നോട്ട് പോകണം. അതാണ് ഈ രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിധത്തിലുള്ള തീവ്രവാദ വർഗീയ ശക്തികളെ ഈ സമരമുന്നണിയിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താനാവണം. ഈ പോരാട്ടം മനുഷ്യരുടെ പോരാട്ടമാണ്. ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇതൊരു മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. അങ്ങനെ ആരും ധരിക്കേണ്ട. ഇന്ന് മുസ്ലിങ്ങൾക്ക് നേരെയാണ്, നാളെ അത് ക്രിസ്ത്യാനികൾക്ക് നേരെയാവും. അതിനൊപ്പം നിരന്തരമായി ഇവരെ വേട്ടയാടുന്നതിന് ആദ്യം കൊന്നൊടുക്കേണ്ടത്
കമ്മ്യൂണിസ്റ്റുകാരെയാണ് എന്ന് RSSകാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ മാത്രം, മലയാളക്കരയിൽ മാത്രം ഞങ്ങൾക്ക് 500-ലധികം വരുന്ന സഖാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 500-ലധികം വരുന്ന സഖാക്കളെ ഈ കേരളത്തിന്റെ മണ്ണിൽ കൊന്നു തള്ളിയിട്ടുണ്ട് വലതുപക്ഷ തീവ്രവാദ സംഘടനകൾ എന്ന് നിങ്ങൾ അറിയണം. അത് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് കണ്ണൂരിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു. പേര് UK കുഞ്ഞിരാമൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഒരു നാൾ തലശ്ശേരി കലാപകാലത്ത് പള്ളിക്ക് കാവൽ നിന്നാണ് ഹിന്ദുവായി പിറന്ന് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന സഖാവ് UK കുഞ്ഞിരാമൻ RSSന്റെ കലാപകാരികളുടെ കഠാരമലയിൽ കിടന്ന് പിടഞ്ഞു വീണ് മരിച്ചത് എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്തിന് UK കുഞ്ഞിരാമൻ പള്ളിക്ക് കാവൽ നിന്ന് RSS ഭീകരരാൽ കൊല ചെയ്യപ്പെടണം? അത് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനാണ്. അതാണ് ഈ നാടിന്റെ ചരിത്രം, അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത. അതിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പോരാട്ടങ്ങൾ മതനിരപേക്ഷമായ പോരാട്ടങ്ങളായിരിക്കണം എന്ന് പറയുന്നത്. അതിന് ഈ ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടാകും. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചല്ലോ, ഈ ഭരണകൂടം ഭരണഘടനാ വിരുദ്ധമായി പാസാക്കിയ ഈ പൗരത്വ ഭേദഗതി നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല. ഒരു സംശയവും വേണ്ട. അത് ഈ നാട് നൽകിയ ഉറപ്പാണ്. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന ഈ ഭരണകൂടത്തിന് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം നടപ്പിലാക്കാനുള്ള ബാധ്യതയില്ല എന്ന് പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെ പ്രഖ്യാപിക്കാവോ മാത്രമാണോ? പ്രമേയം പാസാക്കി ആകെ ഒരു രാജഗോപാല മാറി നിന്നത്. ബാക്കിയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ അവരെ ചേർത്ത് പിടിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. എതിർത്താരും വോട്ട് ചെയ്തിട്ടില്ല. അത് ഈ നാടിന്റെ ഒരുമയാണ്. പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് നിർത്തി തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഈ കേരളത്തിന്റെ ഉജ്ജ്വലമായ പാരമ്പര്യമാണ്. സുപ്രീം കോടതിയിൽ ഈ സർക്കാർ പോയി ഈ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭ, മന്ത്രിസഭ സുപ്രീം കോടതിയിൽ പോയി. മുഴുവൻ മുഖ്യമന്ത്രിമാർക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തെഴുതി ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രമേയം പാസാക്കണം. ഇതും പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ആ പാതയിലേക്ക് വരണം. പഞ്ചാബ് കടന്നു വന്നു. ഇതാ മറ്റു സംസ്ഥാനങ്ങൾ ഈ പാതയിലേക്ക് കടന്നു വരാൻ തയ്യാറായി കൊണ്ടു നിൽക്കുന്നു. രാജ്യമാകെ ഈ ആശയത്തിന് വേരോട്ടം ലഭിക്കുന്നു. ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. അതുകൊണ്ട് ഈ പോരാട്ടങ്ങൾ കരുത്താർജിക്കണം. ഈ പോരാട്ടങ്ങൾ മതനിരപേക്ഷതയിലൂന്നി ജനാധിപത്യ അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം മനുഷ്യരുടെയും പിന്തുണയോടുകൂടി നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കീഴടക്കി ഈ ഭരണകൂടത്തെ മാറ്റി ചിന്തിപ്പിക്കുന്ന വിധം നമുക്ക് വളർത്തിയെടുക്കാനാവണം. അതുകൊണ്ട് മതനിരപേക്ഷത വളരെ പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യ അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സമരങ്ങൾ നയിക്കുന്നതോടൊപ്പം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വർഗീയവാദികളെ മാറ്റി നിർത്തി, തീവ്രവാദികളെ മാറ്റി നിർത്തി എല്ലാ വിഭാഗം മനുഷ്യരെയും അവിടെ കൊടിയുടെ നിറം നോക്കണ്ട, അവിടെ സമുദായത്തിന്റെയും ജാതിയുടെയും വ്യത്യാസങ്ങൾ നോക്കേണ്ട, അവിടെ രാഷ്ട്രീയ ഭിന്നത നോക്കേണ്ട. നമുക്ക് ആശയപരമായ രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മൾ വ്യത്യസ്ത ആശയധാരകളുള്ളവരാവാം. എന്നാൽ ഈ രാജ്യം ഇനിയും നിലനിൽക്കണോ, നമുക്ക് മനുഷ്യരായി ജീവിക്കണോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനം കണ്ടെത്തുന്നതിന്, ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കാൻ നാം നടത്തുന്ന പോരാട്ടങ്ങൾ. ഈ നാടിന്റെ ഇന്നലെകളിലെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന പോരാട്ടങ്ങളാണ്. ആരെയാണ് ഇവർ അടിമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാരാ? നോക്കൂ, നിങ്ങൾ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി പറയോ, നിങ്ങളൊന്ന് ചെവി കൂർപ്പിച്ചു നിൽക്കുക.
ആ കോട്ടക്കുന്നിന്റെ താഴ്വരയിൽ നിന്ന് വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശബ്ദം കേൾക്കാം. ചെവി കുറിപ്പിച്ചാൽ വാരിയകുന്നത്തിന്റെ ശബ്ദം കേൾക്കാം. തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുൻപിൽ തെല്ലുപോലും പതറാതെ കൂസാതെ നിന്ന് നിവർന്നു നിന്ന് നന്നല്ലുയർത്തി ശിരസ്സുയർത്തി പിടിച്ചുകൊണ്ട് വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞല്ലോ ബ്രിട്ടീഷ് മേലധികാരികളോട്, ഇന്നലെ വരെ നിങ്ങൾ കൊല്ലാൻ കൊണ്ടുവന്നവരുടെ കൈകൾ പിറകിൽ ബന്ധിച്ചിരുന്നു, നിങ്ങൾ കണ്ണു കണ്ടിരുന്നു, നിങ്ങൾ പിറകിൽ നിന്നാണ് വെടിവെക്കാറ്. എന്നാൽ എന്റെ കൈകൾ ബന്ധിക്കേണ്ടതില്ല, എന്റെ കണ്ണുകൾ കെട്ടേണ്ടതില്ല, എന്റെ നെഞ്ചിലേക്ക് മുന്നിൽ നിന്ന് നിങ്ങൾ നിറയൊഴുക്കുക എന്ന് ക്രുദ്ധനായി പറഞ്ഞ വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അപ്പോ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തോട് പറഞ്ഞു, മിസ്റ്റർ വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് നൽകാം. നിങ്ങൾ പേർഷ്യയിലേക്ക് പോയാൽ മതി, പേർഷ്യയിലേക്ക് പോയാൽ നിങ്ങൾക്ക് മാപ്പ് നൽകാം എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ മുഖത്തേക്ക് തുപ്പി വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞത്, എന്റെ തന്തയുടെ നാട് പേർഷ്യയല്ല, ഈ ഇന്ത്യയാണ്. ഞാൻ ഇവിടെ കിടന്നു മരിക്കും. ഈ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ചുംബനമർപ്പിച്ച് പിടഞ്ഞു വീട് ഞാൻ മരിക്കും. ഇതാണ് വാരിയകുന്നത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഈ മലബാറിന്റെ മണ്ണിലെ ഒരു പിടി മണ്ണെടുത്ത് മൂക്കോടടുപ്പിച്ചാൽ പൊരുതി വീണു മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തത്തിന്റെ മണമുണ്ടാവുമെന്നാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. ഇന്നലെകളിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഇന്നലെകളിൽ നിന്ന് നാം സാംശീകരിച്ച പോരാട്ടത്തിന്റെ വീര്യമുണ്ട്. ആ വീര്യം ഉൾക്കൊണ്ട് ഈ നാടൊന്നാണ്, മതനിരപേക്ഷതയിലൂന്നിയ സംസ്കാരമാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ ജനവിരുദ്ധ ഭരണകൂടത്തിനെതിരെ, മോദിക്കെതിരെ, RSSനെതിരെ, BJPക്കെതിരെ, വർഗീയ വിഘടനവാദ ശക്തികളെ മാറ്റി നിർത്തി നമുക്ക് പോരാട്ടം നയിക്കാം. അതിന് എന്റെ പ്രസ്ഥാനമായ CPIMന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻനിരയിലുണ്ടാകും പിന്മടക്കമില്ലാതെ എന്ന് ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ചുരുക്കുന്നു. ലാൽ സലാം.